ആക്ച്വലി നേഴ്സിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ നേഴ്സിംഗ് എടുക്കുന്നത് ഒരു അംബീഷൻ്റെ പുറത്ത്, പണ്ടത്തെ എൻ്റെ ഒരു അംബീഷൻ്റെ പുറത്താണ്. പണ്ട് എനിക്കൊരു അംബീഷൻ ഉണ്ടായിരുന്നു നേഴ്സിങ്ങിനെ പറ്റി ഒത്തിരി വർഷം മുമ്പ്. പക്ഷെ പിന്നീട് ആ ഇഷ്ടം മാറുകയും പിന്നീട് നേഴ്സിംഗ് ഇഷ്ടമില്ലാതെ നേഴ്സിങ്ങിനോട് ഞാനിങ്ങ് നേഴ്സിംഗ് എടുക്കില്ല അങ്ങനത്തെ ഒരു തോട്ടിലോട്ട് വരികയും ചെയ്തു. അങ്ങനത്തെ ഒരു സമയത്താണ് ആ സമയത്ത് എല്ലാവരും പിടിച്ചിട്ട് നേഴ്സിങ്ങിന് പിടിച്ച് ചേർക്കുന്നൊരു ടൈമാണ്. അപ്പോൾ എൻ്റെ വീട്ടിലും അതുപോലെ ചുറ്റുമുള്ളവരാണെങ്കിലും നേഴ്സിംഗ് എടുക്കുക അങ്ങനൊരു പ്രഷർ വന്നു. അറ്റ് എ ടൈം ഞാനൊന്ന് കണ്ണടച്ച് നോക്കി കഴിയുമ്പോൾ എൻ്റെ പണ്ടത്തെ ഒരു അംബീഷനാണ്. പിന്നെ അത്യാവശ്യം സ്കോപ്പ് ഉണ്ട്, പൊതുവെ കേൾക്കുന്ന പോലെ സാലറി ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. പിന്നെ ചെറുപ്പത്തെ ഒരു വിഷൻ ബോർഡിൽ ഫോട്ടോ ഒക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഒരു ഡയറിനകത്ത്, അതുപോലത്തെ ഒരു അംബീഷൻ ആയിരുന്നു. പിന്നീട് മാറി, പക്ഷെ ആയിരുന്നു. അപ്പോൾ ഞാനങ്ങനെ കണ്ണടച്ച് അതെടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ഫസ്റ്റ് ഇയറൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ഈസി ചോയ്സ്. അങ്ങനെ ഒരിക്കലും അങ്ങനെ എടുക്കരുത്, ആരും ആലോചിക്കാതെ എടുക്കരുത്. നിങ്ങൾക്ക് എല്ലാം കേട്ട് ഓക്കെയാണ്, നിങ്ങൾ സ്ട്രഗിൾ ചെയ്യാൻ റെഡിയാണെങ്കിൽ മാത്രം എടുക്കേണ്ട ഒരു ഫീൽഡാണിത്. കാരണം ഒത്തിരി കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അതായത് നമ്മൾ വേറെ എന്ത് പഠിക്കുമ്പോഴാണെങ്കിലും, ഇപ്പോൾ വേറെ ഏതെങ്കിലും ഡിഗ്രി പഠിക്കുമ്പോഴാണെങ്കിലും, എല്ലാ ഡിഗ്രീസും നല്ലതാണ്. ഐ എം നോട്ട് ജഡ്ജിങ് എനിത്തിങ്. ഏത് ഡിഗ്രി പഠിക്കുവാണെങ്കിലും ആ ഡിഗ്രി പഠിക്കുമ്പോൾ, ഇപ്പോൾ നിങ്ങൾക്ക് ടീച്ചറാവാൻ ഇഷ്ടമാണ്, അപ്പോൾ BEd പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. അറ്റ് ദാറ്റ് ടൈം നിങ്ങൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ ടീച്ച് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കൊച്ച് നിങ്ങളുടെ അടുത്തിട്ട് ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ആ സമയത്തൊരു ടീച്ചർ എന്നുള്ള നിലയിൽ ഫൊർഗീവ് ചെയ്യേണ്ടി വരും. അതല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കൊച്ചിനെ പറ്റി കംപ്ലയിൻറ്റ് ചെയ്യാം. ആ കൊച്ചിനെ പറ്റിയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അടുത്തുള്ള ആരോടൊക്കെ പറയാം. അങ്ങനെയൊക്കെ യു ക്യാൻ ഡിപ്പെൻഡ് ഓൺ എനിവൺ എൽസ് ഇമോഷണലി, ഫിസിക്കലി. ഒരിക്കലും നിങ്ങൾക്ക് ഒരാളെ പോലും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനോട് വേണമെങ്കിൽ പറയാം, സങ്കടം പറയാം. അതല്ലാതെ ഒരിക്കലും നിങ്ങൾ ക്ലിനിക്കൽ സൈഡിലോട്ട് ചെന്നിട്ട് ഒരു പേഷ്യൻ്റ് നിങ്ങളെ നോക്കി ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ അതൊക്കെ ഓക്കെ അക്സെപ്റ്റ് ചെയ്ത് നിൽക്കുന്നൊരു സമയമാണ് സ്റ്റുഡൻറ്റ് പീരീഡ് എന്ന് പറയുമ്പോൾ. എന്ന് വെച്ചിട്ട് അതല്ലാതെ നിങ്ങൾക്കെതിരെ ഒരു അബ്യൂസോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ യു ക്യാൻ റിപ്പോർട്ട് ഇറ്റ് ടു യുവർ ടീച്ചേഴ്സ്, പ്രൊഫസേഴ്സ്, യു ക്യാൻ റിപ്പോർട്ട് ഇറ്റ്. പക്ഷേ നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് ഇമോഷണലി ആരും ചാരാൻ പറ്റില്ല ഒന്നും. അല്ലെങ്കിൽ നമുക്ക് വീക്കായിട്ടൊരു സ്ഥലത്ത് പോയിട്ട് ഇരിക്കാൻ പറ്റില്ല. ഇതൊക്കെയാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ പേഴ്സ്പെക്റ്റീവ്. അതായത് നമ്മളെല്ലാം ഫേസ് ചെയ്യാൻ റെഡി ആയിട്ടാണ് വരുന്നത്, ചെയ്യേണ്ടി വരും. എത്ര ഞാൻ ഐ ഡോണ്ട് കെയർ ആറ്റിറ്റ്യൂഡാണെന്നൊക്കെ പറഞ്ഞാലും കെയർ ചെയ്യേണ്ടി വരും ഇതൊക്കെ. അതായത് ഒരാൾ അതുപോലെ വേറൊരു മെയിൻ പോയിൻ്റാണ് കൊളീഗ്സ്. അതായത് കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ കൂടെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും അവരെങ്ങനത്തെ ആൾക്കാരാണെങ്കിലും, അതായത് നമുക്ക് എത്ര ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിലും ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിലും ഡ്യൂറിങ് ദി ടൈം ഓഫ് ക്ലിനിക്കൽ പോസ്റ്റിംഗ്, അതായത് നിങ്ങൾ പോസ്റ്റിങ്ങിന് ഇടുന്ന സമയത്ത് അവരായിട്ട് കോപ്പറേറ്റ് ആവേണ്ടി വരും. കോപ്പറേറ്റ് ആയില്ലെങ്കിൽ അവരും കേൾക്കും, നിങ്ങളും കേൾക്കും. അതാണ് അടുത്തൊരു കീ പോയിൻ്റ്. അതായത് നിങ്ങൾക്ക് ആൾക്കാരായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ കപ്പബിളായിരിക്കണം. നിങ്ങളിനി കപ്പബിൾ അല്ലെങ്കിലും ഈ പഠിക്കാൻ വന്നതിന് ശേഷം എങ്ങനെയെങ്കിലുമൊക്കെ കപ്പബിളാവും. അതായത് ഒരാളെ നീന്താൻ അറിയാത്ത ആളെ കൊണ്ടുവന്ന് വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ കൈയും കാലൊക്കെ അടിച്ച് അയാൾ നീന്തൽ പഠിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ നിങ്ങളതിന് കപ്പബിളാവും. ഞാൻ പക്ഷേ ഇപ്പോൾ എനിക്ക് തിരിച്ചു പോകാനൊരു ചാൻസ് കിട്ടിയാൽ, വേറെ ഏതെങ്കിലും കോഴ്സ് പഠിക്കാൻ ചാൻസ് കിട്ടിയാൽ സ്റ്റിൽ എനിക്ക് കൺഫ്യൂഷനാണ് നേഴ്സിംഗ് എടുക്കണമെന്നുള്ളത്. പക്ഷേ ഞാൻ ഒന്നെങ്കിലും ഒന്ന് മാറ്റി ചിന്തിക്കും, എടുക്കണോ. കാരണം ഐ എം നോട്ട് അത് നിരുത്സാഹപ്പെടുത്തുന്നൊരു സംഭവമൊന്നുമല്ല. നല്ല കോഴ്സാണ്,
സ്ട്രോങ് ആയിട്ട് ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ ഓക്കെയാണ്, റെഡി ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ബട്ട് നമുക്ക് കുറേ പാഷൻ ഉണ്ട് വേറെ, ഇതൊന്നും അല്ല നമ്മുടെ പാഷൻ. അതായത് ഇങ്ങനെ ആൾക്കാരെ കെയർ ചെയ്യാനോ അല്ലെങ്കിൽ സോഷ്യൽ സർവീസ് ചെയ്യാനൊന്നും ഇഷ്ടമില്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ ദെൻ യു ക്യാൻ ചൂസ് എനിത്തിങ് എൽസ്. അതായത് ചിലരുണ്ട്, എൻ്റെ ഒരു പഴയ ഫ്രണ്ട് പറയുന്ന കേട്ടിട്ടുണ്ട്, ആരുടെയും അണ്ടറിൽ നിന്ന് വർക്ക് ചെയ്യുന്നത് ഇഷ്ടമല്ല. അതായത് ആരുടെയും റൂൾസ് ഒബേ ചെയ്തിട്ട് അതുകൊണ്ട് ബിസിനസ്സൊക്കെ ആണെങ്കിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ലൈക്ക് അങ്ങനത്തെ മൈൻഡ് സെറ്റുള്ള ഒരാൾക്ക് ഒരിക്കലും എടുക്കാൻ പറ്റുന്ന ഫീൽഡല്ല അത്. കാരണം ഇവിടെ നമ്മളെപ്പോഴും ഒന്നെങ്കിൽ നമ്മുടെ സീനിയേഴ്സിൻ്റെ സബ്ബായിട്ട് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫ് നേഴ്സിൻ്റെ സബ്ബായിട്ടായിരിക്കും വർക്ക് ചെയ്യുക. ഇനിയിപ്പോൾ ഇങ്ങനെ സബ്ബായിട്ട് ഒന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും പഠിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ എടുത്ത് അങ്ങനെ ലൈക്ക് നമ്മൾ നേഴ്സിംഗ് പഠിച്ചിട്ട് പ്രൊഫസറായി ഡോക്ടറേറ്റ് എടുത്ത് അങ്ങനെ ആവുന്നവരുണ്ട്. അതല്ലാതെ പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട് കോളേജസിൽ. അതൊക്കെ വേറെ ചോയ്സാണ്. ഇപ്പം നിങ്ങൾക്ക് സാധാരണ ഒരു ജസ്റ്റ് 4 ഇയർ നേഴ്സിംഗ് പഠിച്ചിട്ട് വർക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ ചെന്നാലും ആരുടെയെങ്കിലും സബ്ബായിട്ടായിരിക്കും നിൽക്കുക. ആരുടെയെങ്കിലും ഡിസിഷൻ നമ്മൾ അനുസരിക്കേണ്ടി വരും. അതായത് ലൈക്ക് ആരുടെയെങ്കിലുമൊക്കെ വഴക്കും തെറിയൊക്കെ കേൾക്കേണ്ടി വരും. ബട്ട് അതാണ് റിയാലിറ്റി, അതാണ് ഈ കോഴ്സിൻ്റെ റിയാലിറ്റി. അതുപോലെ നമ്മൾ ആര് ഡിപ്പെൻഡ് ചെയ്താലും അവർ പെർമനൻ്റ് ആയിരിക്കണമെന്നില്ല. ഈവൻ ഇഫ് പേഷ്യൻസ് ആണെങ്കിൽ പോലും നമുക്കൊരു പേഷ്യൻറ്റിനെ കെയർ ചെയ്യാനൊക്കെ കിട്ടും. അതായത് കെയർ സ്റ്റഡി, കെയർ പ്ലാൻ, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. ചിലപ്പോൾ നമുക്ക് ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു പേഷ്യൻറ്റിനെ കെയർ പേഷ്യൻ്റായിട്ട് കിട്ടുകയാണെങ്കിൽ ആ പേഷ്യൻ്റ് 5 ദിവസം നമ്മൾ കെയറൊക്കെ കൊടുത്ത് ആ പേഷ്യൻ്റ് നമ്മൾ നോക്കുകയാണ് ചെയ്യുക. നമ്മൾ മരുന്നെടുത്ത് കൊടുക്കുന്നു, നമ്മൾ ചെന്ന് സംസാരിക്കുന്നു. ഏത് നിമിഷം വേണമെങ്കിലും ഈ പേഷ്യൻ്റ് എന്തും പറ്റാം. മരിച്ചു പോയിട്ടുണ്ട്. ലൈക്ക് എൻ്റെ കുറേ ഫ്രണ്ട്സ് കെയറൊക്കെ എടുത്തിട്ടുള്ള പേഷ്യൻസ് ചിലരൊക്കെ മരിച്ചു പോയതായിട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കുറച്ച് നാൾ മുമ്പ്. ഇപ്പോഴല്ല, എപ്പോഴാണെങ്കിലും ഭയങ്കര നമ്മളിപ്പോൾ അറ്റാച്ച്ഡ് ആണ്, എന്നും ചെന്ന് മിണ്ടും, ഭയങ്കര ഇങ്ങനെ ഇമോഷണൽ ഡെപ്തൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ശരിക്കും സങ്കടം വരും. ചിലർക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ സങ്കടം തീരും. എല്ലാവർക്കും ഇത് അങ്ങനെ ആയിരിക്കണമെന്നില്ല. എനിക്കിതുവരെ അങ്ങനൊരു ഞാൻ എടുത്ത പേഷ്യൻസൊന്നും അത്രയും സിവിയർലി ഇല്ലായിട്ടുള്ള പേഷ്യൻസിനൊന്നും ഞാനങ്ങനെ എടുത്തിട്ടില്ല. പിന്നെ മരിച്ചുപോയ പേഷ്യൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്കിപ്പോൾ ഡെത്ത് കെയർ ഒക്കെ കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ബട്ട് ഇങ്ങനെ അറ്റാച്ച്ഡായി ഇങ്ങനെ കുറേ പേരുടെ എക്സ്പീരിയൻസ് കേട്ടിട്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല അങ്ങനത്തെ പേഷ്യൻസ് സൈഡിൽ നിന്ന്. സോ അതും ഓർക്കണം. അപ്പം ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ നഴ്സിങ്ങിലുണ്ട്. ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ പോയിൻറ്റും പറഞ്ഞ് ഓരോ ക്വസ്റ്റ്യൻസും ക്ലിയർ ചെയ്തിട്ട് ഞാൻ ചെയ്യും. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഓവറോൾ എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് പറഞ്ഞതാണ്. ബിഫോർ ചൂസിങ് നഴ്സിംഗ് സോ ചൂസ് വൈസ്ലി. ഇതിപ്പോൾ രണ്ടാമതെടുക്കുന്ന വീഡിയോ ആണ്. നമ്മളാരും പെർഫെക്റ്റ് അല്ല. അതായത് ഇതിനു മുമ്പ് ഞാൻ വൈസ് ചൂസ്ലി എന്നാണ് പറയുന്നത്, അത് കട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ചൂസ് വൈസ്ലി എന്നാക്കിയത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.